നൽകണം, നന്മകളാൽ നിറയ്ക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ ദാസന്മാരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നമ്മളിന്ന് പ്രതീക്ഷിച്ചതുപോലെ ഇന്ന് ഈസ്റ്റർ ആണല്ലോ. ഹല്ലേലൂയ. ലോകം മുഴുവനും ഈസ്റ്റർ ആഘോഷിക്കുകയാണ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ഹല്ലേലൂയ. ഞാൻ ഈസ്റ്റർ എന്താണ് അതിൻ്റെ തുടക്കമെന്ന് ഞാൻ പല സ്ഥലത്തും സെർച്ച് ചെയ്ത് നോക്കി, പല ബുക്കുകളിൽ നോക്കി. അതിന് കാര്യമായൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ലഭിക്കുന്നില്ല. പിന്നെ ഒടുവിലായിട്ട് എനിക്ക് മനസ്സിലായത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന് പറയുന്ന സഭയാണ്. അത് പ്രൊട്ടസ്റ്റാൻറ്റും കാത്തലിക്സും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു സഭയാണല്ലോ ഈസ്റ്റേൺ ഓർത്തഡോക്സ്. അവരാണ് ഈ ഈസ്റ്റർ, അതായത് ഈ നോമ്പ് എന്ന ഒരു കാര്യം ആദ്യമാക്കി നടപ്പിലാക്കിയത്. അത് എന്നാണ്, ഏത് വർഷമാണ്, അന്ന് നടപ്പിലാക്കിയ പിതാവിൻ്റെ പേരെന്താണ്, ഇതൊന്നും ആ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല. ഇത്രമാത്രം ഡീറ്റെയിൽസ് കിട്ടി. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആണ് ഈ 50 നോയമ്പ് എന്ന ഒരു ആഘോഷം, അതിൻ്റെ ലാസ്റ്റിൽ വരുന്ന ഈസ്റ്റർ ആഘോഷമെല്ലാം തുടങ്ങി വയ്ക്കാൻ കാരണമായത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയാണ്. ഹല്ലേലൂയ. അവർ യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെ ഒരു നോമ്പ് ക്രമീകരിച്ചതെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതായത് യെശയ്യാവിൻ്റെ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ കർത്താവ് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ, യെശയ്യാവ് പ്രവാചകൻ പ്രവചിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് BC 595-96 കാലഘട്ടത്തിലൊക്കെ അത് നടപ്പിലായി. ദൈവത്തിൽ നിന്ന് വേർതിരിഞ്ഞു പോയ, ദൈവത്തെ ആരാധിക്കാതെ പോയ ജനങ്ങൾക്കുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലായി. നെബൂഖദ്നേസർ വന്ന് പിടിച്ചടക്കി. അതിനു മുമ്പ് അസീറിയൻ പടയാളികൾ വന്ന് ഇസ്രായേലിനെല്ലാം പിടിച്ചടക്കി. ഒടുവിലായി യഹൂദയെ നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ ഇവരിത് വായിച്ചപ്പോൾ, വീണ്ടും ഈ പുസ്തകം വായിച്ചപ്പോൾ, ഇത് അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവം കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും കാള തൻ്റെ ഉടയവനെ തിരിച്ചറിയുന്നു, എൻ്റെ ജനം എന്നെ തിരിച്ചറിയുന്നില്ല. ദൈവത്തിൻ്റെ വിലാപമാണ് അവിടെ. ഹല്ലേലൂയ. അതിനുശേഷം അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം അതിലിങ്ങനെ എഴുതിയിരിക്കുക. 1 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ, അതിൽ 15-ാമത്തെ വാക്യത്തിൽ, 15-16 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിന്, നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളയുവിന്, തിന്മ ചെയ്യുന്നത് മതിയാക്കുവിന്. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ എന്ന് 16-ാം വാക്യത്തിൽ പറയുന്നു. അതുപോലെ അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു: മറുത്ത് മത്സരിക്കുന്നു എങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും, യഹോവയുടെ വായ അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ വാക്യങ്ങൾ വായിച്ചപ്പോൾ അവിടുത്തെ അന്നത്തെ പിതാക്കന്മാരെല്ലാവരും കൂടെ തീരുമാനിച്ചു, നമുക്കൊരു ഉപവാസം. കാരണം യോനയുടെ അനുഭവം, നിനവേക്കാരുടെ ഒരു അനുഭവം അവർക്കറിയാമല്ലോ. യോന നിനവയിൽ പോയി ഇതുപോലുള്ള വാക്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെയുള്ള രാജാവ് ഉൾപ്പെടെ സകലരും അനുദപിച്ച് രട്ടുകൊടുത്ത് ഉപവാസത്തിൽ, അവിടുത്തെ മൃഗങ്ങൾ പോലും ഉപവാസത്തിലിരുന്നു. ഒടുവിൽ ദൈവം അവർക്ക് വരുത്തുമെന്ന് കരുതിയിരുന്ന അനർത്ഥങ്ങളിൽ അവരെ വിടുവിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ഇവരും അപ്രകാരം ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഉപവാസം വാസ്തവത്തിൽ അത് ഉപവാസമല്ല, അതൊരു നോമ്പ്. ഈ 50 ദിവസം, മാർച്ച് മാസത്തിലെ ആദ്യത്തെ മൺഡേ മുതൽ ഈ ഈസ്റ്റർ ദിവസം വരെ 50 ദിവസത്തേക്കുള്ള ഒരു ഇറച്ചി, മാംസം, മത്സ്യം തുടങ്ങിയ ഉപേക്ഷിച്ചുകൊണ്ടുള്ള സസ്യാദികൾ ചേർത്തുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനെ 50 ദിവസം നോമ്പെടുക്കുക. 50-ാമത്തെ ദിവസം റിസറക്ഷൻ്റെ ദിവസം വരുമ്പോൾ അവരുടെ നോമ്പ് തീർന്നു. അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ ഈ നോമ്പ് തുടങ്ങി വെച്ചത്.
ഈ നോമ്പിൻ്റെ അവസാനത്തിൽ ഇറച്ചിയും മീനും ഒക്കെ 50 ദിവസത്തേക്കൊക്കെ ഉപേക്ഷിക്കുമ്പോൾ 50-ാമത്തെ ദിവസമാകുമ്പോൾ അത് കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ 50-ാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് അവർ സമൃദ്ധമായിട്ട് ഇറച്ചിയും മീനും എല്ലാം ചേർത്ത് ഇങ്ങനെ ആഘോഷിച്ച് കഴിക്കുന്ന ഒരു ആഘോഷമാണ് ഈസ്റ്റർ എന്ന് അവർ വിചാരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ ആഘോഷം ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ ഒരു സത്യത്തെയാണ് വിളിച്ചു പറയുന്നത്. അതായത് യേശുവിൻ്റെ റിസറക്ഷൻ. അതാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ഈസ്റ്റർ നോട്ട് ഹോളിഡേ. ഈസ്റ്റർ ഡിക്ലെയർ ദാറ്റ് വിക്ടറി. കർത്താവ് നമ്മുടെ മേലുള്ള ആ പൈശാചിക ശക്തിയുടെ അധികാരത്തെ തകർത്ത് നമുക്ക് ജയം തന്നതിൻ്റെ ഒരു വിക്ടറിയാണ്. മക്കൾ ജഡരക്തങ്ങളോടുകൂടി ഇരുന്നവരാകിയാൽ കർത്താവ് ജഡരക്തങ്ങളോടുകൂടി കടന്നു വന്ന് മരണത്തിന് അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭയത്തിൽ കഴിഞ്ഞവരെ വിടുവിച്ച ആ ഒരു വിക്ടറിയുടെ ദിവസം കൂടിയാണ് ഈ ഈസ്റ്റർ. ചിലർ വിചാരിക്കും ഇതൊരു ആഘോഷത്തിൻ്റെ ദിവസമാണ് എന്ന്. കാരണം നമ്മുടെ നാടുകളൊക്കെ കണ്ടുവരുന്നത് ഈസ്റ്റർ ദിവസം ആകുമ്പോഴത്തേക്കും കുടുംബാംഗങ്ങളെല്ലാം കൂടെ വന്ന് കൂടി അവർ ഒരല്പം മദ്യമെല്ലാം കഴിച്ച് അന്ന് ഒരു ചെറിയൊരു പെർമിഷൻ മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് ലഭിക്കും. അങ്ങനെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് അടുത്ത ഈസ്റ്റർ വരാൻ വേണ്ടി ഓരോരുത്തർ കാത്തിരിക്കുക. എന്നാൽ ഈസ്റ്റർ അതല്ല ഈസ്റ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ഈസ്റ്റർ യേശുവിന് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിലല്ല പ്രാധാന്യം. യേശു ഉയർത്തു എന്ന് മിക്ക ആൾക്കാരും അറിയുന്നു. ഈസ്റ്റർ ദിവസം യേശുവിൻ്റെ റിസറക്ഷൻ ഡേ ആണ് ഈസ്റ്റർ എന്ന് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. എന്നാൽ യേശു ഉയർത്തു. യേശുവിൻ്റെ ഉയർപ്പ് നമ്മളുടെ ജീവിതത്തിൽ എനിക്ക് അതെന്താണ് ലഭിച്ചത്? യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് എന്നിലുണ്ടോ? നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഈസ്റ്ററിൻ്റെ ദിവസം അമിതമായ ഭക്ഷണം കഴിച്ച് മദ്യം കഴിച്ച് ആഘോഷിക്കുന്നതിലൂടെ ഈസ്റ്റർ കഴിഞ്ഞു പോകുന്നില്ല. അങ്ങനെ ഒരു ഈസ്റ്റർ വീണ്ടും ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. ഈസ്റ്ററിൻ്റെ പ്രധാന ദൂത എന്ന് പറയുന്നത് കർത്താവിന് ഉയർപ്പിച്ച ആത്മാവ് എന്നിലുണ്ടോ? ഒരു റിസറക്ഷൻ പവർ എന്നിലുണ്ടോ? ആ ഈസ്റ്റർ പവർ എന്നിലുണ്ടോ? നമ്മുടെ ഈ മർത്യ ശരീരങ്ങളിൽ, ഈ മോർട്ടൽ ബോഡിയിൽ കർത്താവിനെ ഉയർപ്പിച്ച ആ ആത്മാവ് എന്നിലുണ്ടോ? അതിനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവിനെ ഉയർപ്പിച്ച റിസറക്ഷൻ പവർ എന്നിലുണ്ട് എങ്കിൽ ഞാൻ സന്തോഷവാനാണ്. അതിലാണ് നാം സന്തോഷിക്കേണ്ടത്. അതാണ് ഈസ്റ്ററിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, പഴയ നിയമത്തിൽ 3 പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചിട്ടുണ്ട്, മരിച്ചു പോയവരാണ്. അതിൽ ഏലിയ പ്രവാചകന് കെരീത്തോട്ടിൽ വിധവയുടെ മകൻ മരിച്ചു പോയപ്പോൾ അവരുടെ മകനെ ഏലിയാവ് ഉയർപ്പിക്കുവാൻ ഇടയായി തീർന്നു. പിന്നീട് എലീശ ശൂനേംകാരത്തിയുടെ മകൻ മരിച്ചു പോയപ്പോൾ ആ മകനെ ഉയർപ്പിക്കുവാനിടയായി തീർന്നു. പിന്നീട് 2 രാജാക്കന്മാർ 13-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ ഉയർക്കുന്നതായി കാണുന്നുണ്ട്. ഒരു മനുഷ്യനെ അവർ കുഴിച്ചിടുവാനായി ശവക്കല്ലറയിലേക്ക് കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ പടയാളികൾ വരുന്ന കണ്ട് പേടിച്ചിട്ട് ഈ മനുഷ്യനെ അവിടെ വലിച്ചെറിഞ്ഞിട്ട്, ഈ മരിച്ച ഡെഡ് ബോഡി അവിടെ വലിച്ചെറിഞ്ഞിട്ട് ഇവർ പോയി. ആ ഡെഡ് ബോഡി ചെന്ന് വീണത് യെശയ്യാവിൻ്റെ കല്ലറയിൽ. അങ്ങനെ എലീശയുടെ അസ്ഥിയിൽ തൊട്ടതുകൊണ്ട് ആ ഡെഡ് ബോഡി ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. അങ്ങനെ 3 ഉയർപ്പ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു അനേകരെ ഉയർപ്പിച്ചിട്ടുണ്ട്. യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു, ലാസറിനെ ഉയർപ്പിച്ചു, നയീൻ പട്ടണത്തിൽ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ മരിച്ചു പോയപ്പോൾ അവനെ ഉയർപ്പിച്ചു. പത്രോസ് തബീഥ എന്ന ഒരുവളെ ഉയർപ്പിച്ചു. അങ്ങനെ ഇവരൊക്കെയും മരണത്തിൽ നിന്ന് മരിച്ച ശേഷം വീണ്ടും ഉയർപ്പിച്ച് ജീവിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഇവരൊക്കെയും വീണ്ടും മരിച്ചു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് അവർ വീണ്ടും മരിച്ച് അവർ വീണ്ടും മണ്ണോട് മണ്ണായി ചേരുവാൻ ഇടയായി തീർന്നു. എന്നാൽ കർത്താവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത്, കർത്താവ് ഉയർത്തു. കർത്താവ് ഉയർത്തിയ ശേഷം ഇന്ന് വരെ ഇപ്പോഴും ജീവിച്ചിരിക്കുക. ഹല്ലേലൂയ. അതാണ് ആ ഉയർപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കിനി റോമറിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ
9 വാക്യം ഒന്ന് വായിക്കാം. റോമർ 6:9. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മുടെ മരണത്തെ കർത്താവ് പരാജയപ്പെടുത്തി, നമ്മുടെ ഭയത്തെ കർത്താവ് പരാജയപ്പെടുത്തി. നമുക്കിനി മരണമില്ല. ഈ മർത്ത ശരീരം മരിക്കുമെങ്കിലും നമ്മുടെ ആത്മാവ് നിത്യമായി ജീവിച്ചിരിക്കുവാൻ ഇടയായിത്തീരും. അതിലാണ് നാം സന്തോഷിക്കേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥയിലാണോ നാം ഈ ഈസ്റ്റർ ദിനത്തിൽ? ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:17 ഇപ്രകാരം പറയുന്നു: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നുവെന്ന്. അപ്പോൾ ഈസ്റ്റർ ദിനം, ഈ ഉയർപ്പിൻ്റെ ദിനം, നാം ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുക. നാം ഒരു പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ, കർത്താവിലായി കഴിയുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ക്രിസ്തുവിലാവുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. ഇനി നമ്മുടെ മേലെ മരണത്തിനും ഭയത്തിനും യാതൊരു അധികാരവുമില്ല. ആ മരണത്തെയും ഭയത്തെയും കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ പരാജയപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഈസ്റ്റർ പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. ഹല്ലേലൂയ. അതിൻ്റെ ഒരു ആരംഭമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ഈസ്റ്റർ നാം വിശുദ്ധിയോടെ മാനസാന്തരത്തിനായി, ഒരു പുതിയ ജീവിതത്തിനായി നാം ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈസ്റ്ററിൻ്റെ പ്രധാനമായ ഒരു ദൂതായിട്ട് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈസ്റ്ററിൻ്റെ ആ വിശുദ്ധി, കർത്താവ് ഉയർത്തെഴുന്നേറ്റതായ ആ വിശുദ്ധ ദിവസത്തിൽ നാം മാനസാന്തരത്തിനും ഒരു പുതിയ ജീവിതത്തിനും നാം തീരുമാനിക്കുന്ന ഒരു ദിവസമായി തീരണം. ഹല്ലേലൂയ. കർത്താവ് കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് 3-ാം ദിവസം ഉയർത്ത് 40 ദിവസത്തോളം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വീണ്ടും 10 ദിവസം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. വീണ്ടും 40 ദിവസം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. വീണ്ടും 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കർത്താവിൻ്റെ ആത്മാവ് ഭൂമിയിലേക്ക് വരുവാനിടയായി തീർന്നു. അതാണ് പെന്തക്കോസ്ത് ദിവസം. ഹല്ലേലൂയ. ആ ഉയർപ്പിൻ്റെ ശക്തി പിന്നീട് തൻ്റെ ശിഷ്യന്മാർക്ക് ലഭിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ ഉയർപ്പിൻ്റെ ശക്തി തൻ്റെ ശിഷ്യന്മാർക്ക് ലഭിച്ചപ്പോൾ അവരൊരു അസാമാന്യ വ്യക്തികളായി മാറുവാൻ ഇടയായി തീർന്നു. ആ ഒരു ശക്തി നാം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഈ ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകേണ്ട മെയിനായ ഒരു ആഗ്രഹം, കർത്താവിൻ്റെ ആ ഉയർപ്പിൻ്റെ ശക്തി ദൈവമേ എന്നിലേക്ക് വരണമേ. കർത്താവ് നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഒരു ലാമ്പ്, നമ്മുടെ മുറിക്കകത്ത് ഒരു ലാമ്പുണ്ട്, അല്ലെങ്കിൽ ഒരു മണ്ണെണ്ണ വിളക്കുണ്ട്. രാത്രി ആ ഇരുട്ടായി, ആ മണ്ണെണ്ണ വിളക്ക് നാം അതിലേക്ക് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൻ്റെ തിരി കത്തിക്കുമ്പോൾ അവിടെ പ്രകാശം വരുവാൻ ഇടയായിത്തീരും. അത് കത്തിച്ചില്ലെങ്കിൽ പ്രകാശം വരികയില്ല. അപ്പോൾ ഓൾറെഡി അവിടെ ലാമ്പുണ്ട്. ഈ ലാമ്പിലേക്ക് നാം ചെയ്യേണ്ടത് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കണം, കത്തിക്കണം. ഇത് ചെയ്തു കഴിയുമ്പോൾ ആ ലാമ്പ് കത്തുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ ആ റിസറക്ഷൻ പവർ നമ്മിലേക്ക് വരണമെങ്കിൽ കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം തന്നിട്ടുണ്ട്. നാം ഈ ലാമ്പിലേക്ക് എണ്ണ ഒഴിച്ച് അത് കത്തിച്ചതുപോലെ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ആ റിസറക്ഷൻ പവർ നമ്മിലേക്ക് വരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ ഈസ്റ്ററിൻ്റെ പവർ, അത് ഈസ്റ്ററിൻ്റെ പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ സാൽവേഷൻ, ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് വേണ്ടി മാത്രമല്ല. ഇറ്റ് ഈസ് ഫോർ ഹോളി ഗോസ്റ്റ്, ഫോർ മിറക്കിൾ വർക്ക്. അപ്പോൾ ആ റിസറക്ഷൻ പവർ നമ്മളിലേക്ക് വരുന്നത്, അത് നാം സ്വീകരിച്ചതിന് ശേഷം നാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മൾ യോഗ്യരായി തീരും. ആ റിസറക്ഷൻ പവർ നമ്മളിലേക്ക് വരുമ്പോൾ. ഹല്ലേലൂയ. അതുതന്നെയല്ല, ഈ റിസറക്ഷൻ പവറിലൂടെ ഈ ലോകത്തെ മുഴുവൻ കുലുക്കുവാൻ നമുക്ക് കഴിയും. അപ്പോസ്തല പ്രവൃത്തി
4-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റിൽ 30-31 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ്, യോഹന്നാൻ തുടങ്ങിയവരെല്ലാം അവിടെ ഒരു മുടന്തനായ മനുഷ്യനെ യേശുവിൻ്റെ നാമത്തിൽ ഉയർപ്പിച്ച ശേഷം അവർ പുരോഹിതന്മാരാൽ ശാസ്ത്രിമാരാലൊക്കെ പിടിക്കപ്പെട്ടു. അവരെ തർജ്ജന ചെയ്ത് വിട്ടയച്ചു. ഇനി മേലാൽ, കാരണം ഇത്രയും ജനങ്ങൾ ഇവർക്ക് സപ്പോർട്ടുള്ളത് കൊണ്ട് ഇവരെ അതിൽ കൂടുതൽ ഉപദ്രവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇനി മേലാൽ യേശുവിൻ്റെ നാമത്തിൽ ആരോടും നിങ്ങൾ ഉപദേശിക്കരുത്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൊടുക്കരുത് എന്നിങ്ങനെ പറഞ്ഞ് തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. അവർ വളരെ ദുഃഖത്തോടെ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, നിൻ്റെ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല എന്ന രീതിയിൽ അവർ വളരെ ദുഃഖത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സ്ഥലം കുലുങ്ങുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇതാണ് റിസറക്ഷൻ പവർ. ഈ പവർ ഈസ്റ്ററോടനുബന്ധിച്ച് ഇന്നത്തെ ഈസ്റ്റർ ദിനത്തിൽ ഈ ഒരു പവർ നാം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സ്ട്രീറ്റിലും പോയി നിന്ന് ദൈവത്തെ സുവിശേഷിക്കാൻ നമുക്കൊരു മടിയും ഉണ്ടാകുകയില്ല. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ റിസറക്ഷൻ പവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുവാൻ ഇടയായിത്തീരും. ഇത് വന്നു കഴിഞ്ഞുവെങ്കിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങൾ കാത്തിരിക്കണം, യെരുശലേമിൽ കാത്തിരിക്കണം. അങ്ങനെ അവർ കാത്തിരുന്ന് അവർ പ്രാപിച്ചപ്പോൾ അവർക്ക് ലഭിച്ചതായ ശക്തി, ആ റിസറക്ഷൻ പവർ നമ്മളിലേക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ചില മിറക്കിൾസ്, ചില രോഗികളെ സൗഖ്യമാക്കുവാൻ, അതുപോലെ ഈ ലോകത്തിൽ നിന്ന് വിറപ്പിക്കാൻ പോലും നമുക്ക് കഴിയുവാനിടയായിത്തീരും. ഇന്നത്തെ കാലത്ത് അതുപോലെയുള്ള ഒരു റിസറക്ഷൻ പവർ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സൗഖ്യമാക്കുന്ന ശക്തി, അത്ഭുതങ്ങളെ ചെയ്യുന്ന ശക്തി, ലോകത്തെ വിറപ്പിക്കുന്ന ശക്തി അന്ന് ശിഷ്യന്മാർക്ക് ദൈവം അത് കൊടുത്തുവെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലും തടസ്സങ്ങളാൽ മുന്നേറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും അത് ദൈവം നിശ്ചയമായിട്ട് തരും. നമ്മളത് വിശ്വാസത്തോടെ പ്രാപിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് നാം അത് പ്രാപിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അതായിക്കോട്ടെ ഈ 2025 ഈസ്റ്റർ മെസ്സേജ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ റിസറക്ഷൻ പവർ നമ്മൾ പ്രാപിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അല്ലാതെ മത്തായി 28:6 പറഞ്ഞതുപോലെ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഹല്ലേലൂയ ദൂതൻ സഹോദരിമാരായ സ്ത്രീകളോട് പറഞ്ഞതുപോലെ നമ്മളോട് പറയുവാൻ ഇടവരുത്തരുത്. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ ശക്തി നാം പ്രാപിക്കണം. അവൻ ഉയർത്തെഴുന്നേറ്റു ഇല്ല എന്ന് പലരും വാദിക്കുന്നുണ്ട് അന്നത്തെ കാലത്തും ഇന്നും. ഹല്ലേലൂയ. അവൻ്റെ എംപ്റ്റി ആയിട്ടുള്ള ടോംബ് അതിപ്പോഴും അതുപോലെ കിടക്കുന്നത് കൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. 1 കോരിന്ത്യർ 15:14-17 1 കോരിന്ത്യർ 15:14-17 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങൾ കള്ളസാക്ഷികളാകും. കാരണം പൗലോസിന് അറിയാം കർത്താവ് ഉയർത്തെഴുന്നേറ്റുവെന്ന്. അതിൻ്റെ 1 കോരിന്ത്യർ 15:7 മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. അതിൻ്റെ 4-ാമത്തെ വാക്യമല്ല, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്കും ആദ്യമായി ഏൽപ്പിച്ചു തരുന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇതുവരെ ജീവനോടെ ഇരിക്കുന്നു.
ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന് ഒരു നിശ്ചയമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന്. ആദ്യം അവൻ കേഫാവിനും പിന്നെ 12 അതിനുശേഷം അപ്പോസ്തലന്മാർക്കും പിന്നീട് അവൻ 500 പേർക്കും പ്രത്യക്ഷനായി. ഒടുവിൽ അകാലപ്രയായ എനിക്കും അവൻ പ്രത്യക്ഷനായി. അങ്ങനെ പൗലോസിന് അത് നല്ല ഉറപ്പുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്കും ഹല്ലേലൂയ നമ്മൾ ഉറപ്പോടെ ആയിരിക്കുവാൻ വേണ്ടിയാണ് ഈ വചനങ്ങളൊക്കെയും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ ദൈവം എഴുതി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ഈസ്റ്റർ ദിവസം കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കും ഈസ്റ്റർ ആഘോഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ. നമുക്ക് ഈസ്റ്റർ ആഘോഷിക്കാം, പക്ഷെ അത് മദ്യം കഴിച്ചിട്ടല്ല, അത് അമിതമായ ഭക്ഷണം കഴിച്ചിട്ടല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന സന്തോഷത്താൽ, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു മാത്രമല്ല, അവൻ്റെ ആത്മാവ് അവനെ ഉയർപ്പിച്ച അതേ ആത്മാവ് എന്നിലുമുണ്ട് എന്നൊരു വിശ്വാസത്താൽ നമുക്ക് ഈസ്റ്റർ ദിവസത്തെ നമുക്ക് ആഘോഷിക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.